ബാക്ക് ടു Xylem ലേണിംഗ്. അപ്പൊ ദ ടോപ്പർ സീരീസിലേക്കാണ് നിങ്ങളെ ഞാൻ വെൽക്കം ചെയ്തിരിക്കുന്നത്. നമ്മുടെ 12th സ്റ്റേറ്റിലെ ഇനി അങ്ങോട്ട് ഓണം എക്സാം കാത്തു നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് 2 ചാപ്റ്റർ സെക്ഷൽ റീപ്രൊഡക്ഷൻ, ഫ്ലവറിംഗ് പ്ലാന്റ്സ്, അതുപോലെ തന്നെ ബയോടെക്നോളജി പ്രിൻസിപ്പൽസ് ആൻഡ് പ്രോസസ്, ഈ 2 ചാപ്റ്ററിലെയും റീസെന്റ് വന്നിട്ടുള്ള എല്ലാ ഇമ്പോർട്ടന്റ് PYQs ഡിസ്കസ് ചെയ്യാനാണ് മിസ് വന്നത്. അപ്പൊ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ നിങ്ങൾക്ക് വരുന്ന ഓണം എക്സാമിന് ഇത് വല്ലാതെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പം എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചില ക്വസ്റ്റ്യൻസ് മിസ് തരും, അത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനും മറക്കണ്ട. അപ്പം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ ക്വസ്റ്റ്യനും മാർക്കിനനുസരിച്ചും വെയിറ്റേജ് അനുസരിച്ച് നമുക്ക് ചെക്ക് ചെയ്ത് പോകാം. സോ ഇമ്പോർട്ടന്റ് PYQസിലേക്ക് പോവുകയാണെങ്കിൽ 2025 മോഡൽ ക്വസ്റ്റ്യന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ചൂസ് ദ കറക്റ്റ് ആൻസർ ഡാഷ് ഗൈഡ് ദി എൻട്രി ഓഫ് പോളൻ ട്യൂബ് ടുവേർഡ്സ് ഇനർജൻ. നമ്മൾ ചിത്രം വരച്ച് പഠിച്ചതാണ് അല്ലെ. നമ്മളെ ഈ വന്നിരിക്കുന്ന മെയിൽ ഗമേറ്റ് പോളൻ ട്യൂബ് ജെർമിനേറ്റ് ചെയ്ത് മെയിൽ ഗമേറ്റിനെ എവിടേക്ക് എത്തിക്കണം, നമ്മുടെ ഓവറിയിലെ എംബ്രിയോ സാക്കിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഈ മെയിൽ ഗമേറ്റിനെ പോളൻ ട്യൂബിലൂടെ കൊണ്ടുവരണമെങ്കിൽ പോളൻ ട്യൂബിന് എന്ത് ചെയ്യണം, നമ്മുടെ എംബ്രിയോ സാക്കിലേക്ക് അട്രാക്ട് ചെയ്യണം. അപ്പൊ സിനർജിറ്റ്സിൽ ഒരു പ്രത്യേക ആൾക്കാരാണ് ഇതിനെ അട്രാക്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. അത് വേറെ ആരുമല്ല, നമ്മുടെ ഫിലിഫോം അപ്പാരറ്റസ് ആണ്. ഫിലിഫോം അപ്പാരറ്റസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽസിനനുസരിച്ചാണ് പോളൻ ട്യൂബ് ജെർമിനേറ്റ് ചെയ്ത് സ്റ്റൈലിലൂടെ വന്ന് എന്ത് ചെയ്യുന്നു, മൈക്രോ പൈലാർ എൻഡിലൂടെ നമ്മുടെ സിനർജിറ്റ്സിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെക്കാം. ഇനി ചൂസ് ദ കറക്റ്റ് ആൻസർ. ഒവ്യൂൾ ഈസ് അറ്റാച്ച്ഡ് ടു ദ പ്ലാസന്റ ബൈ മീൻസ് ഓഫ് സ്റ്റോക്ക് കോൾഡ്. ഒവ്യൂളിനെ അറ്റാച്ച് ചെയ്യുന്ന, പ്ലാസന്റയിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന സ്റ്റോക്കിന്റെ പേരാ ചോദിച്ചിരിക്കുന്നത്. സ്റ്റോക്കിന്റെ പേര് നമ്മൾ പഠിക്കുന്നതാണ്, ഏതാണ്, ഫ്യൂണിക്കിൾ അല്ലെ. ഫ്യൂണിക്കിൾ ആണ് ആ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇതിപ്പം നമ്മള് ഒവ്യൂൾ ആണ് കൺസിഡർ ചെയ്താൽ ആ സ്റ്റോക്കിനെ നമ്മൾ പറയുന്നത് ഫ്യൂണിക്കിൾ എന്നാണ്. അറ്റാച്ച് ചെയ്യുന്ന പോയിന്റിനെ നമ്മൾ പറയുന്നത് എന്താണ്, ഹൈലം എന്നുമാണ്. പ്ലാസന്റയിലേക്ക് അറ്റാച്ച് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മളൊരു അനാട്രോപോസ് ഒവ്യൂളിന്റെ സ്ട്രക്ചർ ഒക്കെ കാണുന്നതാണ്. ഇത് ഫ്യൂണിക്കിൾ ആണ്. ആൻഡ് പോയിന്റ് ചെയ്യുന്ന അറ്റാച്ച്മെന്റ്, ആ ഒരു പോർഷൻ ഉണ്ട്, അതിനെ നമ്മൾ പറയുന്നത് എന്താണ്, ഹൈലം എന്നുമാണ്. അപ്പൊ അനാട്രോപസ് ഒവ്യൂൾ സ്ട്രക്ചർ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാം. ചൂസ് ദ കറക്റ്റ് ആൻസർ. ടിപ്പിക്കൽ ആൻജിയോസ്പേം എംബ്രിയോസാക് അറ്റ് മെച്യൂരിറ്റി കൺസിസ്റ്റ് ഓഫ്. ആൻജിയോസ്പേം നമുക്കറിയാം, എംബ്രിയോസാക്ക് മെച്ചുവേർഡ് ആയി കഴിഞ്ഞാൽ ആദ്യം ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ നടക്കുന്നുണ്ട്, 2 4 ആവുന്നു, 4 8 ആവുന്നു. അതിനുശേഷം സെൽ വാൾ ഫോർമേഷൻ ഒക്കെ നടന്നു കഴിഞ്ഞാൽ ഫൈനൽ ആയിട്ട് എന്താ നമുക്ക് കാണാൻ പറ്റുന്നത്, 7 സെൽഡ് ആൻഡ് 8 ന്യൂക്ലിയേറ്റഡ് സ്ട്രക്ചർ അല്ലെ. 8 ന്യൂക്ലൈ ആൻഡ് 7 സെൽഡ്. അപ്പൊ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ആൻസർ എല്ലാം മിസ് താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ചൂസ് ദ കറക്റ്റ് ആൻസർ. ഫോർമേഷൻ ഓഫ് സീഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ എന്ത് നടക്കുന്നു, സീഡ് ഫോർമേഷൻ നടക്കുന്നു. ഇങ്ങനത്തെ ടേംസ് നിങ്ങൾക്ക് 1 മാർക്കിനൊക്കെ ചോദിക്കാം. 2024 വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിനെ നമ്മൾ പറയുന്നതാണ് എന്ത്, യെസ്, അപ്പോമിക്സിസ് എന്നാണ് പറയുന്നത്. ഫോർമേഷൻ ഓഫ് സീഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ നമ്മൾ പറയുന്നത് അപ്പോമിക്സിസ് എന്നാണ്. ഇനി ചൂസ് ദ കറക്റ്റ് ആൻസർ ആൻഡ് ഫിൽ അപ്പ് ദ ബ്ലാങ്ക്. ഇൻ ഗ്രാസസ് മോണോകോട്ട് എംബ്രിയോ കണ്ടെയ്ൻ സിംഗിൾ കോട്ടിലിഡൻ. സിംഗിൾ കോട്ടിലിഡൻ ഉണ്ടാവുന്നുണ്ട് നമ്മുടെ ഗ്രാസസിൽ അല്ലെ. അപ്പൊ അങ്ങനെ ഉണ്ടാവുന്നതിന് നമ്മൾ പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് സ്ക്യൂട്ടെല്ലം അല്ലെ. സ്ക്യൂട്ടെല്ലം, ആ ഒരു മോണോകോട്ട് എംബ്രിയോയ്ക്ക് സിംഗിൾ കോട്ടിലിഡൻ ഉണ്ട്, അതിനെ നമ്മൾ പറയുന്നത് സ്ക്യൂട്ടെല്ലം എന്നാണ്. മറന്നു പോകരുത്. അതിന്റെ ഡയഗ്രാം ഒക്കെ നിങ്ങളുടെ ഓർമ്മയിൽ വേണം. Choose the correct answer. Remove the anther from the flower bud before anther dehisce using a pair of forceps. നമ്മൾ എന്താ ചെയ്യുന്നത്, ബൈസെക്ഷൽ ഫ്ലവറിൽ നിന്നും അതിനെ തന്നെ സെൽഫ് പോളിനേഷനെ ഒഴിവാക്കാൻ വേണ്ടി ഡ്യൂറിങ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഹൈബ്രിഡൈസേഷൻ ടൈമിൽ നമ്മുടെ ആന്തേഴ്സിനെ റിമൂവ് ചെയ്യുന്നു യൂസിങ് ഫോസെപ്സ്. അപ്പൊ ആ ഫോസെപ്സ് ഉപയോഗിച്ച് ഈ ആന്തറിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ പറയുന്നത് ഇമാസ്കുലേഷൻ എന്നാണ്. എന്താണ്, ഇമാസ്കുലേഷൻ എന്നാണ് പറയുന്നത്. Then dash is commonly used in matrix extracted from the seaweed which is used in gel electrophoresis. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ഒരു വീഡിയോ ചെയ്തിരുന്നു, നമ്മുടെ ജെൽ ഇലക്ട്രോഫോറസിസ്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ്, അഗാറോസ് ജെല്ലാണ്. അത് എവിടെ നിന്ന് എടുത്തു എന്ന് തലതിരിഞ്ഞും ചോദിക്കാറുണ്ട്, സീ വീഡിൽ നിന്നുമാണ്. അപ്പൊ അതും കൂടെ ആലോചിക്കുക. ആൽഗയാണ്, ആൽഗയിൽ നിന്ന് നിങ്ങൾ പഠിക്കുന്നതാണ്. അത് ഏതാണെന്നുള്ളതൊന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഏത് ആൽഗയിൽ നിന്നാണ് അഗാറോസ് ഉണ്ടാകുന്നത് എന്നുള്ളത് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. അഗാറോസ് ജെല്ലാണ് ജെൽ ഇലക്ട്രോഫോറസിസ് നമ്മൾ യൂസ് ചെയ്യുന്ന മെട്രിക്സ് എന്ന് പറയുന്നത്. Write the name of stain used for visualizing DNA fragment in UV radiation. UV radiation ഇതും ജെൽ ഇലക്ട്രോഫോറസിസ്. ഞാൻ പറഞ്ഞിരുന്നു ജെൽ ഇലക്ട്രോഫോറസിസ് ക്വസ്റ്റ്യൻ പലതവണ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന 2024 സെക്കൻഡ് ടേമിൽ വന്ന ചോദ്യം. അപ്പൊ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, നമുക്കതിനെ വിഷ്വലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, UV റേഡിയേഷനിൽ കാണിക്കണം. UV റേഡിയേഷനിൽ കാണിക്കണമെങ്കിൽ അതൊന്ന് സ്റ്റെയിൻ ചെയ്യണം, വേണ്ടേ. അവിടെ യൂസ് ചെയ്യുന്ന സ്റ്റെയിൻ ആണ് ഏത്, എത്തിഡിയം ബ്രൊമൈഡ് എന്ന് പറയുന്നത് കേട്ടോ. എത്തിഡിയം ബ്രൊമൈഡ്.
Then, in recombinant DNA technology, precipitated DNA can be separated. നമ്മളൊരു ടെസ്റ്റ് ട്യൂബിൽ എടുത്തിട്ട് നമുക്ക് DNA എന്ത് ചെയ്യാം, precipitate ചെയ്ത് അതിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പൊ DNA അങ്ങനെ നമുക്ക് ഐസൊലേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സിനെ നമ്മളൊരു ടേം പറയുന്നുണ്ട്, ദാറ്റ് ഇസ് സ്പൂളിംഗ് എന്ന് പറയും. ജെലർട്ടോഫോറസിൽ നമ്മൾ പ്രത്യേകം പറയുന്നത് എല്യൂഷൻ എന്നും കൂടിയാണ്, എല്യൂഷൻ. Which enzymes are known as molecular scissors? Molecular scissors എന്ന് പറയുന്ന restriction enzyme ആണ്. Molecular glue എന്ന് പറയുന്നതോ ligase, DNA ligase ആണ്. Then, a good cloning vector have some feature. Write down 2 features of a cloning vector. കഴിഞ്ഞ ഈ വർഷം ലേറ്റസ്റ്റ് ആയിട്ട് വന്ന 2025 മോഡലിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. Good cloning vector have some feature. Write down 2 feature of a cloning vector. Name an artificial cloning vector. Cloning vector എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഓർത്ത് വെച്ചോളാം. ഒന്ന്, അവർക്ക് 3 ഫീച്ചേഴ്സ് ഉള്ളത്. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട്, സെലക്ടബിൾ മാർക്കർ ഉണ്ടായിരിക്കണം, അതുപോലെ ക്ലോണിംഗ് സൈറ്റ് ഉണ്ടാവണം, അല്ലെ? ഇവരെ നമ്മൾ പറയുന്നത് എന്താ, വെക്ടർ ഓഫ് ക്ലോണിംഗ് ജീൻസ് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് എന്നാണ്. അപ്പൊ ഇതിലെ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, ORI സൈറ്റ്, സെലക്ടബിൾ മാർക്കർ, ക്ലോണിംഗ് സൈറ്റ്, ഇത് നിർബന്ധമാണ്. ആൻഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും ആർട്ടിഫിഷ്യൽ ക്ലോണിംഗ് വെക്ടറിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് PBR322 ആണ്. PBR322 ആണ്. അപ്പൊ അതും ആ ഡയഗ്രാം തന്നിട്ട് ചിലപ്പം ചോദ്യം വരാം. Denaturation, annealing and extension are steps of an important biotechnological process. Name the process. ഇവിടെ denaturation, annealing, extension കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇത് ഏത് പ്രോസസ് ആണ്. പോളിമറേസ് ചെയിൻ റിയാക്ഷൻ ആണ്. ആൻഡ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന തെർമോസ്റ്റേബിൾ എൻസൈം എന്ന് പറയുന്നത് ഏതാണ്, ടാക് പോളിമറേസ് ആണ്. നമ്മൾ തെർമസ് അക്വാട്ടിക്കസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്നതാണ് ടാക് പോളിമറേസ് എൻസൈം. How agrobacterium tumefaciens and retrovirus useful as cloning vector? എങ്ങനെയാണ് അഗ്രോബാക്ടീരിയൻ ട്യൂമിഫേഷൻസ് എടുക്കുന്നത് എന്നാണ്. കാരണം എന്താ, the tumor inducing TI plasmid of agrobacterium tumefaciens has been modified into cloning vector. അതിന് നമ്മൾ എന്താക്കി മോഡിഫൈ ചെയ്യുന്നു, ക്ലോണിംഗ് വെക്ടർ ആയിട്ട് മോഡിഫൈ ചെയ്യുന്നു. which is no more pathogenic to plants but it is still able to use. ഇത് പാത്തോജനിക് അല്ല, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ബൈ മെക്കാനിസം ടു ഡെലിവർ ജീൻസ് ഓഫ് അവർ ഇൻട്രസ്റ്റ് ഇൻ ടു പ്ലാന്റ്സ്. അപ്പം അതൊരിക്കലും എന്തല്ല, അവിടെ പാത്തോജനിക് കപ്പാസിറ്റി കാണിക്കുന്നില്ല, പകരം അവിടെ നമ്മൾ എന്തായിട്ടാണ് യൂസ് ചെയ്യുന്ന ഒരു വെക്ടർ പോലെയാണ്. റെട്രോ വൈറസസ് ഹാവ് ഓൾസോ ബീൻ ഡിസാംഡ് ആൻഡ് യൂസ് ടു ഡെലിവർ ഡിസൈറബിൾ ജീൻ. നമ്മൾ ഡിസാംഡ് ആക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ദോഷവശങ്ങൾ അങ്ങ് ഒഴിവാക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അവരെ നമ്മുടെ ഡിസൈറബിൾ ജീനിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുകയാണ്. അപ്പം ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതിന്റെ പാത്തോജനിസിറ്റിനെ ഒഴിവാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ നമ്മൾ ഡിസാം ചെയ്തിട്ടാണ് ഈ ഒരു പർപ്പസിന് ഉപയോഗിക്കുന്നത്. മാച്ച് ദ ഫോളോയിങ് ആണ്. എക്സോന്യൂക്ലിയസ്, എൻഡോന്യൂക്ലിയസ്, DNA ലിഗേസ്, ടാഗ് പോളിമറേസ്. DNA ലിഗേസ് എന്തിനാണ്, ജോയിനിങ് ടു ഇറ്റ് DNA ഫ്രാഗ്മെന്റ്. എൻഡോന്യൂക്ലിയസ് എന്തിനാണ്, DNA make cuts at specific positions within the DNA. എക്സോന്യൂക്ലിയസ് എന്തിനാണ്, എൻഡ് ഓഫ് DNA കട്ട് ചെയ്യാനാണ്. ടാഗ് പോളിമറേസ് തെർമോസ്റ്റേബിൾ എൻസൈം ആണ്, അല്ലെ? സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാൻ തന്നിട്ടുള്ള ക്വസ്റ്റ്യന്റെ ആൻസർ എന്ത് ചെയ്യണം, ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പം ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ മിസ് വീണ്ടും വരുന്നതായിരിക്കും. ആൻഡ് 2 ചാപ്റ്ററും അത്യാവശ്യം നല്ല വെയിറ്റേജിന് വരുന്നതാണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം സീ യു സൂൺ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ മക്കളെ. ഓൾ ദി വെരി ബെസ്റ്റ്, ബൈ.